ഇ.പി. ജയരാജന്റെ ആത്മകഥാ ബോംബിൽ ആടി ഉലഞ്ഞിരിക്കുകയാണ്. CPM ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ.പി. പാർട്ടി തള്ളിയിട്ടതാകട്ടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കും. പരാമർശങ്ങൾ തൻ്റേതല്ല എന്ന് പറയുമ്പോഴും അനുഭവ കഥകൾ ജയരാജൻ്റേതെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നേതാക്കളും. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പിയോട് വിശദീകരണം തേടുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിനീഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനീഷ്, ഇ.പി. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇ.പിയോട് വിശദീകരണം തേടിയതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമോ CPM? അനു, ഈ ഇ.പിയുടെ കാര്യം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആത്മകഥയാണോ അതോ തിരക്കഥയാണോ ഇതിന് പിന്നിൽ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇ.പി. മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിലാണ്. താൻ DC ബുക്സുമായി യാതൊരു വിധമായ ചർച്ചയും നടത്തിയിട്ടില്ല എന്ന നിലപാടായിരുന്നു ആവർത്തിച്ച് പല ഘട്ടങ്ങളിലും ഇ.പി. മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ചില സംസ്ഥാന നേതാക്കൾക്ക് മുന്നിൽ തൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ DC ബുക്കുമായി സംസാരിച്ചിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടിയാണ് ഇത്തവണ ജയിക്കുക എന്ന തരത്തിലുള്ള ഒരു നിലപാടും ഇ.പി. അല്പസമയം മുമ്പ് കണ്ണൂരിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മൊത്തത്തിൽ ഒരു തിരക്കഥയാണ്. പ്രത്യേകിച്ച് പരിപ്പ് വട പൊടിയുമോ അല്ലെങ്കിൽ പാർട്ടി പൊടിക്കുമോ ഇ.പിയെ പൊടിക്കുമോ എന്നൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. കാരണം നാളെയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ ഈ വിഷയം ഇ.പിയുടെ ആത്മകഥ സംബന്ധിച്ചുള്ള വിഷയം ചർച്ചയാകാനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലായതുകൊണ്ട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് CPM കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള നേതാവായി മുന്നോട്ട് പോകാനാണ് ഇ.പിയുടെ ഒരു ചിന്ത. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഇ.പിയുടെ പൂർണ്ണമായ ഒരു തിരക്കഥ തന്നെയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിലെ ചേലക്കരയിലെയും വയനാട്ടിലെയും വോട്ടിംഗ് ദിനത്തിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇ.പി. കഴിഞ്ഞ കുറേ നാളുകളായി CPM സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഇടഞ്ഞു നിൽക്കുന്നതിൽ മാധ്യമ ശ്രദ്ധ നേടാതെ നിൽക്കുന്നു. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തൻ്റെ സാന്നിധ്യം കുറഞ്ഞു പോകുന്നു എന്ന ചിന്തയും ഇ.പിക്കുണ്ട്. അതിലെ ഒരു തിരക്കഥ തന്നെയാണ് ഈ ആത്മകഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാർട്ടി നേതൃത്വത്തിൽ അച്ചടക്കമുള്ള നേതാവായി താൻ തിരിച്ചു വരും എന്ന സൂചന പാർട്ടി പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം വ്യക്തമാക്കിയതും അത്തരത്തിൽ തന്നെയാണ്. പാലക്കാട് പാർട്ടി ജയിക്കും, CPM ജയിക്കും എന്ന നിലപാട് ആവർത്തിക്കുന്നു. താൻ അച്ചടക്കമുള്ള ഒരു നേതാവാണ്, പാർട്ടി അല്ലാതെ CPM അല്ലാതെ ആര് ജയിക്കാൻ എന്ന ചോദ്യമാണ് ഇ.പി. പല ഘട്ടങ്ങളിലായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ 2 ദിവസത്തെ ഇ.പിയെ മാറ്റി നിർത്തിയാൽ ഇന്നത്തെ ഇ.പിയെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടി അണികൾക്കിടയിൽ താൻ ഇപ്പോഴും അച്ചടക്കമുള്ള നേതാവാണെന്ന് കാണിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇ.പിയോട് ഒരുപക്ഷെ വിശദീകരണം ചോദിക്കും. ഈ വിഷയത്തിൽ വിശദീകരണം ചോദിക്കാനുള്ള സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം DC ബുക്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തൻ്റെ ആത്മകഥ അല്ലെങ്കിൽ ഇ.പിയുടെ ആത്മകഥ അത് പ്രസിദ്ധീകരിക്കാനുള്ള ഏതെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഏറ്റവും പ്രധാനം പാർട്ടിക്ക് കിട്ടിയ തെളിവുകൾ എന്ന് എടുത്തു പറയേണ്ടത് പ്രധാനമായും മുൻകാലങ്ങളിൽ ഇ.പി. പഠിച്ച സ്കൂളിലെ ഫോട്ടോസ്, സ്കൂളിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, പാർട്ടി പ്രവർത്തനത്തിൽ ഇ.പി. നടത്തിയ നാൾ വഴികൾ, ഒപ്പം തന്നെ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം ഇ.പി. പുറത്തേക്ക് എത്തുന്ന സമയത്ത് വെടിയേറ്റ സംഭവം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, അതിൻ്റെ ഫോട്ടോസ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ DC ബുക്കിന്റെ പക്കലുണ്ട്. അതൊക്കെ തന്നെ ഇ.പി. നൽകാതെ മറ്റൊരാൾക്ക് ഇത് നൽകാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ട്. എന്തായാലും ഇ.പി. ഒരു ഇടവേളയ്ക്ക് ശേഷം ബോംബുകൾ പൊട്ടിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രഭാരിയായിരുന്ന, സംസ്ഥാനത്തിന്റെ പ്രഭാരിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഒരു ബോംബ് പൊട്ടിക്കൽ, അത്തരത്തിൽ അത് പിന്നെ ചർച്ചയാക്കുന്നു. തൊട്ടു പിന്നാലെ വീണ്ടും CPMന്റെ സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞ് വീണ്ടും ഇ.പി. കണ്ണൂരിലേക്ക് വണ്ടി കയറുന്ന കാഴ്ച. അതിനുശേഷം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ആ തിരഞ്ഞെടുപ്പ് വരുന്ന ദിനത്തിൽ, വോട്ടെണ്ണൽ നടക്കുന്ന ദിനത്തിൽ തന്നെ ഇ.പി. വലിയൊരു ബോംബ് പൊട്ടിക്കുന്നു. ഇങ്ങനെ പൂർണ്ണമായും ഒരു തിരക്കഥ തന്നെയാണ് ഇതിനു പിന്നിൽ എന്നാണ് നമുക്ക് രാഷ്ട്രീയമായി വിലയിരുത്താൻ സാധിക്കുന്നത്.